ഹായ് ഫ്രണ്ട്സ്, ആഷിഫാണ് എക്സൽ വിത്ത് ആഷിഫ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്, നമ്മളൊരു റീസെൻ്റ്ലി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവർക്കായിട്ട് ജസ്റ്റ് പറയാം. നമ്മൾ പേറോൾ മാനേജ്മെൻറ്റിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എക്സൽ വിത്ത് ആഷിഫിൽ. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ എംപ്ലോയീസിൻ്റെ നെയിം കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പം കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എങ്ങനെ നമുക്ക് എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ്, ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് എങ്ങനെ പെട്ടെന്ന് കളക്ട് ചെയ്യാം, ഇല്ലെങ്കിൽ അതെങ്ങനെ എക്സലിലേക്ക് കൺവേർട്ട് ചെയ്യാം, എക്സൽ ഡാറ്റാസ് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ സ്ഥാപനത്തിലായിക്കോട്ടെ, ഇപ്പം ഗൾഫിലായിക്കോട്ടെ, നാട്ടിലായിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇങ്ങനെ ചിലപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനുണ്ടോ, ഇല്ലെങ്കിൽ ഒരു ഫങ്ഷൻസ് വെക്കുന്നു, ഇല്ലെങ്കിൽ ഒരു പ്രോഗ്രാംസ് വെക്കുന്നു, അപ്പോൾ വരുന്നവരെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ. അതല്ലെങ്കിൽ നിങ്ങളൊരു എക്സാം വെക്കുന്നു, ഇപ്പോൾ ടീച്ചേഴ്സും കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു എക്സാം വെക്കുന്നു, അപ്പോൾ അതിന് സ്റ്റുഡൻസിന് അതിൻ്റെ ആൻസേഴ്സ് കളക്ട് ചെയ്യാൻ വേണ്ടി സ്റ്റുഡൻസിന് ഓൺലൈൻ എക്സാം നടത്താനുള്ള പ്ലാറ്റ്ഫോമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഓക്കെ, നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ ഗൂഗിൾ ഫോം ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്. ഇതേപോലത്തെ ഒരു ഫോം ഇതിലിപ്പോൾ നിങ്ങൾക്ക് കാണാം. എംപ്ലോയി കോഡ്, ഫുൾ നെയിം, ബ്ലഡ് ഗ്രൂപ്പ്, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, ഏജ്, മൊബൈൽ നമ്പർ, അഡ്രസ്സ്, പ്ലേസ്, പിൻകോഡ്, ഡിസ്ട്രിക്റ്റ്, സ്റ്റേറ്റ്, ഇതെല്ലാം നമുക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ ഈ ഒരു ഷീറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതേപോലത്തെ ഒരു ഷീറ്റ് നമുക്ക് എങ്ങനെ ഗൂഗിൾ ഫോം നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്. ഇപ്പോൾ നോർമൽ രീതി എന്ന് വെച്ചാൽ നമ്മൾ സ്ഥാപനത്തിൽ പോയാലും ആൾക്കാർ യൂസ് ചെയ്യുന്ന ഇപ്പോൾ ഇതേപോലെ ഹെഡിങ്സ് കൊടുക്കും. ഇപ്പോൾ എംപ്ലോയി കോഡ്, നെയിം, ബ്ലഡ് ഗ്രൂപ്പ്, ജെൻഡർ, ഇതിലിപ്പോൾ നമ്മൾ ഓരോന്നിങ്ങനെ സെർച്ച് അടിച്ച് ഓരോരു പേരായിട്ട് നമ്മൾ കൊടുക്കണം. ഇതിന് കൊണ്ടുണ്ടാകുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കാര്യങ്ങളുണ്ടാകും. കാരണം നമ്മൾ ഒരുപാട് ആൾക്കാരുടെ ഡാറ്റാസ് ഫില്ല് ചെയ്യുമ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് സ്വാഭാവികമായിട്ട് വരാം. അത് നമ്മൾ പ്രിൻ്റ് എടുത്ത് അത് എംപ്ലോയിൻ്റെ കയ്യിൽ കൊടുത്ത് ഓരോരാളെ പേര് ചെക്ക് ചെയ്ത് ജെൻഡർ കാര്യങ്ങൾ, അഡ്രസ്സ്, പ്ലേസ്, സ്റ്റേറ്റ്സ്, ബാങ്ക് അക്കൗണ്ട് നമ്പർ, ഇതൊക്കെ ചെക്ക് ചെയ്യാൻ ഒരു ഭയങ്കര പ്രോസസ്സാണ്. ഇപ്പോൾ ഡാറ്റ എൻട്രീസ് നമുക്ക് കുറച്ചും കൂടെ എളുപ്പമാണെങ്കിൽ ഫോം യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് ഫോം യൂസ് ചെയ്യുന്നു. ഫോം യൂസ് ചെയ്തിട്ട് ഇതേപോലെ നമുക്ക് എളുപ്പത്തിൽ ഡാറ്റാസ് ടൈപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എംപ്ലോയി കോഡ് കൊടുക്കുന്നു, ഇപ്പം ഇവിടെ കാണും കൊടുത്തൊരു ഫില്ലാവും. ഇപ്പോൾ ഫോം യൂസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്യാം, വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ ജസ്റ്റ് ഫോം എടുത്താൽ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഹെഡിങ്സ് എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ എംപ്ലോയിൻ്റെ ID കൊടുക്കുന്നു, പേര് മുഹമ്മദ്, അതേപോലെ തന്നെ ബ്ലഡ് ഗ്രൂപ്പ് കൊടുക്കുന്നു, ജെൻഡർ കൊടുക്കുന്നു. ഇതിലിപ്പോൾ നമുക്ക് എങ്ങനെ കൊടുക്കാം. ഓക്കെ, ഇതിലിപ്പോൾ ഇങ്ങനെ ഡാറ്റാസ് ജസ്റ്റ് ഫില്ലപ്പ് ചെയ്തിട്ട് എൻ്റർ അടിച്ച് ചെയ്താൽ അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഷീറ്റിലേക്ക് ഫില്ലായി. ഞാൻ അടുത്ത ഡാറ്റ കൊടുക്കുന്നു, നെക്സ്റ്റ് കൊടുത്ത് ചെയ്തിട്ട് ഇതേപോലെ എൻ്റർ അടിച്ച് ചെയ്താൽ അത് ഫില്ലായി. ഇതുപോലെ ഡാറ്റ എൻട്രീസ് നമുക്ക് കുറച്ചും കൂടെ എളുപ്പമാക്കാം. പക്ഷേ നമുക്കിത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കാര്യങ്ങൾ വരാനുള്ള പോസിബിലിറ്റി കാര്യങ്ങൾ കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ചും കൂടെ എളുപ്പമായിട്ടുള്ള രീതി എന്ന് പറയുന്നത്, നമുക്ക് ഡാറ്റാസ് ഡോക്യുമെൻറ്റ്സ് ആയിട്ട് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു രീതി എന്ന് പറയുന്നത് നമ്മൾ ഗൂഗിൾ ഫോം യൂസ് ചെയ്യാം. ഞാൻ ഓഫീസിൽ നോർമലി യൂസ് ചെയ്യുന്നത് ഗൂഗിൾ ഫോംസ് ആണ്. അപ്പോൾ അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ്ലി പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എംപ്ലോയീസിനെ കൊണ്ട് തന്നെ ഫില്ല് ചെയ്യിപ്പിക്കാം. എൻ്റെ പേര്, എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ തന്നെ ഫില്ല് ചെയ്യുമ്പോൾ ആക്യുറസി നമ്മൾ ഫില്ല് ചെയ്യുന്നതിനേക്കാളും കൂടും. അപ്പോൾ എൻ്റെ ഫോം ഞാൻ ഫില്ല് ചെയ്യുമ്പോൾ എൻ്റെ പേര്, ബ്ലഡ് ഗ്രൂപ്പ്, മൊബൈൽ നമ്പർ, അഡ്രസ്സ്, പ്ലേസ്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, അപ്പോൾ ഞാൻ ഫില്ല് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെത് മാത്രമാണ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ട് ശ്രദ്ധിച്ച് കാര്യങ്ങളെല്ലാം ചെയ്യും. ഞാൻ ഇപ്പോൾ ഒരു സ്ഥാപനത്തിലിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഇപ്പോൾ ഒരു HR മാനേജറാണ്, ഞാനൊരു 100 ആളെ ഡാറ്റാസ് ഫില്ല് ചെയ്യുമ്പോൾ ഞാൻ എല്ലാവരെയും ഭയങ്കര സൂക്ഷ്മമായിട്ട് നോക്കണമെന്നില്ല. പെട്ടെന്ന് ഫില്ല് ചെയ്ത് പോകുമ്പോൾ എന്താ പറയുക, മിസ്റ്റേക്ക് പറ്റാം. സ്പെല്ലിംഗ് മിസ്റ്റേക്കോ അല്ലെങ്കിൽ അക്കൗണ്ട് നമ്പറിലെല്ലാം വേരിയേഷൻ വന്നാൽ നിങ്ങൾക്കറിയാലോ, നമുക്ക് ഭയങ്കര പ്രോബ്ലമാണ്. അപ്പോൾ അത് മാറ്റാനായിട്ട് നമുക്ക് ഗൂഗിൾ ഫോംസ് യൂസ് ചെയ്യാം. ഗൂഗിൾ ഫോംസിൻ്റെ ഒരു ഉപകാരം എന്ന് വെച്ചാൽ ഫില്ല് ചെയ്ത ഡാറ്റാസ് നമുക്ക് ഫോംസ് ആയിട്ട് വരും. ഇതേപോലത്തെ ഒരു എക്സൽ ഷീറ്റിലല്ല, ഗൂഗിൾ ഷീറ്റിലേക്ക് അത് നമുക്ക് മാറ്റാൻ പറ്റും. ആ ഒരു ഗൂഗിൾ ഷീറ്റ് ഫോമായിട്ട് നമുക്ക് പ്രിൻ്റ് എടുത്ത് വേണമെങ്കിൽ എംപ്ലോയീസിനെ കൊണ്ട് ഒന്നും കൂടെ ചെക്ക് ചെയ്യിപ്പിക്കാം. അപ്പോൾ അതെല്ലാം നോക്കാൻ പോകുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോസിലേക്ക് ഇറങ്ങാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നിങ്ങളെ ക്രോം ബ്രൗസറിൽ കയറാം. അതിൽ ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ ഫോംസ് എന്ന് ടൈപ്പ് ചെയ്യാം. ഗൂഗിൾ ഫോം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ ഫോം സൈനിങ് നോട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതേപോലത്തെ ഒരു ഫോം ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു ടാബിലേക്ക് വരും. ഇവിടെ എന്താ പറയുക, കോണ്ടാക്ട് ഇൻഫർമേഷൻ ടെംപ്ലേറ്റ്സ് കൊടുത്തിട്ടുണ്ട്.
ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ച ടെംപ്ലേറ്റ്സ് ഉണ്ട്, സാമ്പിൾസ്. നമുക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്തിട്ട് തന്നെ, ഈ ഒരു സാമ്പിൾസ് ക്ലിക്ക് ചെയ്തിട്ട് തന്നെ ഇതേപോലെ നമുക്ക് ഇതിൽ വേണ്ട കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓൾറെഡി ഫോംസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഇത് ജസ്റ്റ് നിങ്ങൾ ഡീറ്റെയിൽസും കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുകയേ വേണ്ടു. ഓക്കെ, ഇത് നമ്മൾ ഏതെങ്കിലും ഒരു ടെംപ്ലേറ്റ്സ് ഇങ്ങനെ എടുക്കുന്നു, നിങ്ങൾക്ക് എന്തൊക്കെ വേണം അതൊക്കെ ഇതിൽ ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നിങ്ങളെ കമ്പനീൻ്റെ നെയിം കൊടുക്കാം, ജസ്റ്റ് ഇവിടെ ഫോമിനൊരു പേര് കൊടുക്കാം, നിങ്ങളൊരു കമ്പനിയുടെ പേര്, ഇപ്പോൾ എക്സൽ വിത്ത് ആഷിഫ് ജസ്റ്റ് ഞാൻ കൊടുക്കുന്നു. ജസ്റ്റ് ഇവിടെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നു, എംപ്ലോയി ഡാറ്റ. ഓക്കെ, ജസ്റ്റ് ഇത് എനിക്ക് ബോൾഡ് വേണമെങ്കിൽ ബോൾഡ് ആക്കാം, ഇറ്റാലിക് വേണമെങ്കിൽ ഇറ്റാലിക് ആക്കാം. അല്ലെങ്കിൽ ഇതിനൊരു തീം, ഒരു ഫോട്ടോ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഇവിടെ വേണമെങ്കിൽ ഫോട്ടോസ് കാര്യങ്ങൾ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിലിപ്പോൾ എനിക്ക് ഇനി വേണ്ട ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നു. ഇവിടെ എനിക്ക് നെയിം അല്ല, ആദ്യം ഒരു എംപ്ലോയി ഐ ഡി വേണം. അപ്പോൾ ഇവിടെ ഒരു കണ്ടോ ആഡ് ക്വസ്റ്റ്യൻസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, ജസ്റ്റ് ക്ലിക്ക് ചെയ്യണം. എന്താണോ നിങ്ങൾക്ക് വേണ്ടത്, എനിക്കിവിടെ ആദ്യം തന്നെ വേണ്ടത് എംപ്ലോയി ഐ ഡി, എംപ്ലോയി കോഡ് വേണം. എംപ്ലോയി കോഡ് കൊടുക്കുന്നു. ആൻസർ, എന്ത് തരം ആൻസറാണ് വേണ്ടത്? എംപ്ലോയി കോഡ് ഞാൻ ന്യൂമറിക്കാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് ഓരോരോ ഓപ്ഷൻ ഉണ്ട്. പാരഗ്രാഫ് വേണോ, ഷോർട്ട് ആൻസർ വേണോ, മൾട്ടിപ്പിൾ ചോയ്സ് വേണോ, ചെക്ക് ബോക്സ് വേണോ, ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് വേണോ, അല്ല ഫയൽ അപ്ലോഡ് ചെയ്യേണ്ടതാണോ, എന്ത് നോക്കുന്നത്. എനിക്കിതിവിടെ ജസ്റ്റ് ഷോർട്ട് ആൻസർ തന്നെ മതി. ഇത് റിക്വയർഡ് കൊടുക്കാം, അതായത് ഈ ഫീൽഡ് മാൻഡേറ്ററി ആണോ, ഈ ഫീൽഡ് കൊടുത്താൽ മാത്രമേ ഫോം സബ്മിറ്റ് ചെയ്യാൻ പാടുള്ളൂ എങ്കിൽ ജസ്റ്റ് ഇവിടെ റിക്വയർഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഇവിടെ ഒരു ഓപ്ഷൻസ് കാണാം, ഇതിൽ നമുക്ക് റെസ്പോൺസ് വാലിഡേഷൻ ചെയ്യാൻ പറ്റും. ഇതിനെന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻസ് കൊടുക്കണമെങ്കിൽ അത് കൊടുക്കാം, റെസ്പോൺസ് വാലിഡേറ്റ് ചെയ്യണമെങ്കിൽ വാലിഡേറ്റ് ചെയ്യാം. ഇതിലിപ്പോൾ എനിക്ക് ഇവിടെ എൻ്റെ എംപ്ലോയി കോഡ് എന്ന് പറയുന്നത് നമ്പേഴ്സ് മാത്രമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് കൊടുക്കാം, ഗ്രേറ്റർ ദാൻ 0 കൊടുത്ത് ചെയ്താൽ അതിലിപ്പോൾ നമ്പേഴ്സ് അടിച്ചാൽ മാത്രമേ വരും. അതിൽ ഗ്രേറ്റർ ദാൻ 0 അടിച്ചാൽ മാത്രമേ വരും, മൈനസ് അടിച്ചാൽ അത് വാലിഡേറ്റ് ചെയ്യുകയും ചെയ്യില്ല. ഓക്കെ, ഈ ഒരു ഫീൽഡ് നമ്മൾ സെറ്റ് ചെയ്തു. അടുത്തതായിട്ട് എന്താ വേണ്ടത്? നെയിം ഫീൽഡാണ്. ഇപ്പോൾ ഓൾറെഡി ഞാൻ ഇവിടെ ഒരു നെയിം ഫീൽഡ് ഉണ്ട്, അത് ജസ്റ്റ് കസ്റ്റമൈസ് ചെയ്യാമെന്ന് ചെയ്യുന്നത്. കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്താൽ കസ്റ്റമൈസേഷൻ വരും. ഇതിൽ നിങ്ങൾക്ക് എന്താ ഫുൾ നെയിമാണ് വേണ്ടത്, എനിക്കിവിടെ ഫുൾ നെയിം ഒന്ന് കൊടുക്കാം. ഓക്കെ, ഇതും റിക്വയർഡ് ഫീൽഡാണ്, ഷോർട്ട് ആൻസർ മതി. ഓക്കെ, അടുത്തത് എന്താണ് വേണ്ടത്? അടുത്തതായിട്ട് എനിക്ക് വേണ്ടത് ബ്ലഡ് ഗ്രൂപ്പ് വേണം. ഓക്കെ, ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു, ആഡ് കൊടുക്കുന്നു, ബ്ലഡ് ഗ്രൂപ്പ് എടുത്തിട്ട് ഇമെയിൽ ഏറ്റവും ടോപ്പിൽ വെക്കുന്നു. അടുത്ത് എംപ്ലോയി ക്വസ്റ്റ്യൻസ്, ഇവിടെ ക്വസ്റ്റ്യൻസിൽ ബ്ലഡ് ഗ്രൂപ്പ് കൊടുക്കുന്നു. ബ്ലഡ് ഗ്രൂപ്പ് നമുക്ക് എന്താ വേണ്ടത്? സെലക്ഷൻ മതി. ഇതിലിപ്പോൾ ഓപ്ഷൻ 1, ഓപ്ഷൻ 2 എന്ന് പറയുന്നുണ്ടോ, ഇതിലേതെങ്കിലും ഒന്ന് നമുക്ക് സെലക്ഷൻ, മൾട്ടിപ്പിൾ ചോയ്സ് അല്ല, നമുക്കിവിടെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് കൊടുക്കാം. ഓക്കെ, അതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് കൊടുക്കാം. അപ്പം ബ്ലഡ് ഗ്രൂപ്പിംഗ് ഒക്കെ എങ്ങനെ എടുക്കാം? നിങ്ങൾ ജസ്റ്റ് ഒരു ബ്ലഡ് ഗ്രൂപ്പ് ലിസ്റ്റ് എടുക്കുന്നു. ഇതേപോലെ എ നെഗറ്റീവ്, എ പോസിറ്റീവ്, നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അത് കൊടുക്കാം. ജസ്റ്റ് നിങ്ങൾക്ക് സ്പീഡായിട്ട് കാണിച്ചു തരാൻ വേണ്ടി ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഓ നെഗറ്റീവ്, അടുത്തത് ഞാൻ കൊടുക്കുന്നു ഓ പോസിറ്റീവ്, അടുത്തത് എ പോസിറ്റീവ്. ഇത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. എത്ര വലിയ ടോപ്പ് ഡൗൺ ലിസ്റ്റ് നെഗറ്റീവ്, എ ബി പോസിറ്റീവ്, എ ബി നെഗറ്റീവ്, ഇതെന്താണോ എന്ന് വെച്ചാൽ അത് കൊടുക്കാം. ഓക്കെ, സാമ്പിളായിട്ട് ജസ്റ്റ് കൊടുത്തതേയുള്ളൂ. ഇതുപോലെ ബ്ലഡ് ഗ്രൂപ്പ് നിങ്ങൾക്ക് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ട ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ജെൻഡർ കൊടുക്കാം. ഓക്കെ, ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീൽഡ് കാര്യങ്ങളാണ് ക്രിയേറ്റ് ചെയ്ത് പോകുന്നത്. ബ്ലഡ് ഗ്രൂപ്പ് കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്കിവിടെ ജെൻഡർ കൊടുക്കാം. ജെൻഡർ ഇത് നമുക്ക് എന്താണ് കൊടുക്കേണ്ടത്? ജസ്റ്റ് ആപ്റ്റായത് നോക്കാം.
ചെക്ക് ബോക്സ് കൊടുത്താൽ മതി. ചെക്ക് ബോക്സ് കൊടുക്കുമ്പോൾ ഇത് കൊടുത്താൽ ഇവിടെ 2 ഓപ്ഷൻസ് കൊടുക്കുക. ഒന്ന് മെയിൽ, ഇവിടെ ഫീമെയിൽ കൊടുക്കുക. ഓക്കെ, അത് നമുക്ക് വേണമെങ്കിൽ മൂന്നാമത്തെ ഓപ്ഷൻ ഇപ്പം ട്രാൻസ്ജെൻഡർ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ, നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾക്ക് റിക്വയർഡ് കൊടുക്കുക, നിർബന്ധമായിട്ട് ഇത് സെലക്ഷൻ, അതേപോലെ ബ്ലഡ് ഗ്രൂപ്പ് റിക്വയർഡ് കൊടുക്കുക. നമ്മളെല്ലാം റിക്വയർഡ് തന്നെ കൊടുക്കും. റിക്വയർഡ് കൊടുക്കുന്നിടത്ത് റെഡ് സ്റ്റാർ വരും, കാരണം ഈ ഒരു ഫീൽഡ് ഫിൽ ചെയ്താൽ മാത്രമേ എംപ്ലോയീസിന് അടുത്ത ഫീൽഡിലേക്ക് പോകാൻ പറ്റും. അഡ്രസ്സ് ഇപ്പോൾ ജെൻഡർ നമ്മൾ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഡേറ്റ് ഓഫ് ബർത്ത്. ജസ്റ്റ് ആഡ് കൊടുക്കുന്നു, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തു. ഒരു ഓട്ടോമാറ്റിക് ഫീൽഡ് സെലക്ട് ആയി വന്നിട്ടുണ്ട്. എന്താണോ വേണ്ടതെന്നില്ല, ഡേറ്റ് ഓഫ് ബർത്ത് എന്നില്ല സെലക്ട് ആയിട്ടുണ്ട്. ഇതും റിക്വയർഡ് കൊടുക്കുന്നു. അടുത്ത ഫീൽഡ് ഏജിൻ്റെത് മാൻഡേറ്ററി ഇല്ല. ഏജ് കാരണം എന്ന് വെച്ചാൽ ഒരു ഇയറിൽ മാറിക്കൊണ്ടിരിക്കുന്നതല്ലേ, നമ്മളത് എക്സൽ ഇക്വേഷൻ ഇട്ടാൽ മതി, വേണമെങ്കിൽ കളക്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഏജ് കൊടുക്കുന്നു, ഷോർട്ട് ആൻസർ കൊടുക്കുന്നു. റിക്വയർഡ് ഫീൽഡ് ഏജ് നമുക്ക് റെസ്പോൺസ് നമ്പേഴ്സ് കൊടുക്കാം. ഓക്കെ, നമ്പേഴ്സ് മാത്രമേ ഇവിടെ അടിക്കേണ്ടി വരും. ഏജ് എന്ന് പറയുന്ന നമ്പേഴ്സ് ആയിരിക്കുമല്ലോ, അങ്ങനെ കൊടുക്കും. റിക്വയർഡ് കൊടുക്കുന്നു. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് മൊബൈൽ നമ്പർ ഫീൽഡ് കൊടുക്കുന്നു. മൊബൈൽ നമ്പർ ഇതും റിക്വയർഡ് കൊടുക്കുക. ഫീൽഡ് സെറ്റിങ്സിൽ റെസ്പോൺസ് വാലിഡേഷൻ നമ്പർ കൊടുക്കുക, റിക്വയർഡ് കൊടുക്കുന്നു. ഓക്കെ, അടുത്ത ഫീൽഡ് ആക്കുന്നു. അടുത്ത ഫീൽഡ് വേണമെങ്കിൽ നമുക്ക് അഡ്രസ്സസ് വെക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് പ്ലേസും കൂടെ കളക്ട് ചെയ്യാം. പ്ലേസ് കൊടുക്കുമ്പോൾ ഷോർട്ട് ആൻസർ ഓട്ടോമാറ്റിക് സെലക്ട് ചെയ്തു. ഇവിടെ റിക്വയർഡ് ഫീൽഡ് കൊടുക്കാം. ഫോൺ നമ്പർ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇത് ഡിലീറ്റ് ചെയ്യുന്നു. ഈ കമാൻഡ്സ് ഒന്നുമില്ല, ഡിലീറ്റ് ചെയ്യും. ആവശ്യമില്ലത് മാത്രം വെക്കും, ബാക്കി ഡിലീറ്റ് ചെയ്യും. ഇപ്പോൾ പ്ലേസുമായി. അടുത്തതായിട്ട് നമുക്ക് എന്താ വേണ്ടത്? പിൻകോഡ് കൊടുക്കുന്ന ഫീൽഡ് ആക്കാം. പിൻകോഡ് നമ്മൾ കേരളത്തിൽ അങ്ങനെ പോസ്റ്റൽ കോഡ് വാങ്ങുമല്ല, പിൻകോഡ് കൊടുക്കുന്നു. ഷോർട്ട് ആൻസർ റിക്വയർഡ് ഫീൽഡ്. അടുത്തത് നമുക്ക് എന്താ കൊടുക്കേണ്ടത്? ഡിസ്ട്രിക്റ്റ് കൊടുക്കുന്നു. ഇത് നമുക്ക് എന്താ വെക്കേണ്ടത്? ഡിസ്ട്രിക്റ്റ് എന്നുള്ളത് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് തന്നെ, ഏതെങ്കിലും ഒരു ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുന്നു. നമുക്ക് അപ്പോൾ ഇതേപോലെ ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, ഇതേപോലെ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത് സെലക്ഷൻ ഓപ്ഷൻ വരും. അത് നിങ്ങൾക്ക് റിക്വയർഡ് ഫീൽഡ് കൊടുക്കുന്നു. അടുത്തത് ഞാൻ കൊടുക്കുന്നത് ഇതേപോലെ തന്നെ സ്റ്റേറ്റ്. ഷോർട്ട് ആൻസർ റിക്വയർഡ് ഫീൽഡ്. ഷോർട്ട് ആൻസർ എല്ലാം നമുക്ക് വേണ്ട ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ്. ഇതും അതേപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. എത്ര ലിസ്റ്റ് ഉണ്ടോ അത്രയും ലിസ്റ്റ് ഇവിടെ സ്റ്റേറ്റ്സ് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഇത് കാണിക്കുന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. എത്ര ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്ത ഫീൽഡ് കാണിക്കുന്നു. ഇനി നമുക്ക് ഓഫീസിൻ്റെ പർപ്പസിനായിട്ടില്ല, ഇത് നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ചെയ്യുന്നത്, ഇപ്പോൾ ഒരു സ്ഥാപനത്തിനില്ലെങ്കിൽ അതിൻ്റെ ഡാറ്റാസ്. ഡേറ്റ് ഓഫ് ജോയിൻ, ഡേറ്റ് ഫോർമാറ്റ് ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ട്. റിക്വയർഡ് ഫീൽഡ് കൊടുക്കുന്നു. അടുത്തതിലേക്ക് പോകുന്നു. അടുത്ത് എന്താ കൊടുക്കുന്നത്? ഡിപ്പാർട്ട്മെൻറ്റ് ഇതാക്കുമ്പോൾ ഇവിടെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് കൊടുക്കാം. എന്തൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് അക്കൗണ്ട്സ്, സാനിറ്ററി, മാർക്കറ്റിംഗ്, ഇലക്ട്രോണിക്സ്,
ഇങ്ങനെ എത്രയാണോ ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങൾക്കുള്ളത് നിങ്ങൾ സ്ഥാപനത്തിൽ അത് കൊടുക്കാം. അടുത്ത ഫീൽഡ് സെലക്ട് ചെയ്യുന്നു. ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്താൽ നമുക്ക് ഡെസിഗ്നേഷൻ കൊടുക്കാം. ഇതും ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. ജസ്റ്റ് ഡെസിഗ്നേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇതിൽ നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളിപ്പം എന്തെല്ലാം ഫീൽഡ് ഇത് ഡെസിഗ്നേഷൻ വെക്കുന്നുണ്ട് അതെല്ലാം ഇവിടെ കൊടുക്കാം. ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൊടുക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയും കാര്യങ്ങൾ ആഡ് ചെയ്തു. അടുത്ത ഫീൽഡിലേക്ക് പോകുന്നു. അടുത്തത് എന്താ കൊടുക്കുന്നത്? എംപ്ലോയീസിൻ്റെ പാൻ നമ്പർ ഫീൽഡ് കൊടുക്കുന്നു. ഷോർട്ട് ആൻസർ ഓക്കെയാണ്. റിക്വയർഡ് ഫീൽഡ് കൊടുക്കുന്നു. ഇതൊക്കെ റിക്വയർഡ് തന്നെയാണ്. നമുക്ക് എല്ലാ ഡാറ്റാസും നിർബന്ധമായിട്ട് ഫില്ല് ചെയ്യണം. ഓക്കെ, പാൻ നമ്പർ കൊടുത്തു. അടുത്ത് എന്താണ്? പാൻ കാർഡിൻ്റെ ഫോട്ടോ. പാൻ കാർഡ് ഫോട്ടോ. ഇവിടെ പാൻ കാർഡ് ഫോട്ടോ കൊടുക്കുമ്പോൾ എന്താ കൊടുക്കണം? മൾട്ടിപ്പിൾ ചോയ്സ് അല്ല. ഇവിടെ ഡോക്യുമെൻറ്റ് ഫയൽ അപ്ലോഡാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇത് ഡ്രൈവായിട്ട് ലിങ്ക് ചെയ്യുന്നു നമ്മൾ. കാരണം ഈ പാൻ കാർഡ് ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ഡ്രൈവിലേക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൽ നമുക്ക് മാക്സിമം സൈസ് വെക്കാം. 10 MB ആണ് മാക്സിമം സൈസ് വെച്ചിട്ടില്ല. അലോ സ്പെസിഫിക് ടൈപ്പ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണോ ഇതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്കിവിടെ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യാം, ജസ്റ്റ് ഇമേജ് അപ്ലോഡ് ചെയ്യാം, PDF അപ്ലോഡ് ചെയ്യാം. ഇത്ര കാര്യങ്ങൾ മാത്രമേ വേണ്ടൂ. സൈസ് 10, ഒരാൾക്ക് എത്ര ഫയൽ വരെ അപ്ലോഡ്, 2 ഫയൽ, ഒരു 1 to 5 വരെ അപ്ലോഡ് ചെയ്യുന്നതാക്കാം. ഓക്കെ, ഇത് പാൻ നമ്പർ നമുക്ക് റിക്വയർഡ് കൊടുക്കണം എന്നില്ല. കാരണം എന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് പാൻ കാർഡ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് റിക്വയർഡ് ഒഴിവാക്കാം. പാൻ്റെ ഫോട്ടോ റിക്വയർഡ് എന്നുള്ളത് ഒഴിവാക്കാം. ഓക്കെ, ഇതേപോലെ തന്നെ നമുക്ക് ആധാർ നമ്പർ കൊടുക്കുന്നു. ആധാർ നമ്പർ എല്ലാവർക്കും ഉണ്ടാവും. ജസ്റ്റ് റിക്വയർഡ് കൊടുക്കാം. അതുപോലെ തന്നെ റെസ്പോണ്ട് വാലിഡേഷൻ നമ്പർ കൊടുക്കുക. കാരണം ആധാർ എന്തായാലും നമ്പേഴ്സ് ആയിരിക്കും. ഇതേപോലെ തന്നെ ആധാറിൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പറയുന്നു. നേരത്തെ പാൻ കാർഡ് കൊടുത്ത കണക്ക് തന്നെയാണ് ഇവിടെ ഫയൽ അപ്ലോഡ് കൊടുക്കുന്നു. ഫയൽ അപ്ലോഡിൽ ഫയൽ ടൈപ്പ് ഒന്നും നമ്മൾ കൊടുക്കണ്ട, 5 കൊടുക്കുക. കാരണം ഫ്രണ്ടും ബാക്കും അപ്ലോഡ് ചെയ്യാനുണ്ടാവും. റിക്വയർഡ് ഫീൽഡ് കൊടുക്കുന്നു. അടുത്തതായിട്ട് നമുക്ക് ഫീൽഡ് ആഡ് ചെയ്യേണ്ടത് ഫോട്ടോ, എംപ്ലോയിൻ്റെ ഫോട്ടോ ആഡ് ചെയ്യാൻ ചോദിക്കുന്നു. ഓക്കെ, ഇത് ഫയൽ അപ്ലോഡ് തന്നെയാണ്. റിക്വയർഡ് ഫീൽഡ് കൊടുക്കുന്നു. മറ്റൊരു നമ്പർ മതി. അടുത്തത് ഇനി ബാങ്ക് ഡീറ്റെയിൽസ് ആണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ അക്കൗണ്ട് നമ്പർ, ബാങ്ക് അക്കൗണ്ട് നമ്പർ ചോദിക്കുന്നു. ഇതിന് റിക്വയർഡ് കൊടുക്കാം. ഷോർട്ട് ആൻസർ കൊടുത്താലും പ്രശ്നമില്ല, നമ്പേഴ്സ് ഫോർമാറ്റ് കൊടുത്താലും പ്രശ്നമില്ല. ഓക്കെ, അടുത്തതായിട്ട് ബാങ്കിന് ആവശ്യമായിട്ടുള്ളത് IFSC ചോദിക്കുന്നു. ഷോർട്ട് ആൻസർ തന്നെ റിക്വയർഡ് ഫീൽഡ് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ബാങ്ക് നെയിം കൊടുക്കുന്നു. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഷോർട്ട് ആൻസർ കൊടുക്കാം. അതല്ല വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് സെലക്ട് ചെയ്യാം. പക്ഷേ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, എല്ലാ ബാങ്കും ആഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പോൾ HDFC, SBI, ഫെഡറൽ ബാങ്ക്, ഇതിൽ നമുക്ക് കസ്റ്റമൈസ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇന്ന് സേവ് ചെയ്ത് നാളെ അത് ആഡ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ഇതിങ്ങനെ എത്ര ബാങ്ക് ഉണ്ട് അത്ര ബാങ്ക് ആഡ് ചെയ്യാം. റിക്വയർഡ് കൊടുക്കാം. അടുത്ത ഫീൽഡ് ആഡ് ചെയ്യാം.
എന്താണ് ബാങ്കിൻ്റെ ആവശ്യത്തിന് ഇത്ര മാത്രമേ ഉള്ളൂ. ബാങ്ക് നെയിം കൊടുത്തു, ബ്രാഞ്ച് കൊടുക്കാം, ഓപ്ഷനിലാണ്. ഓക്കെ, നിങ്ങൾക്ക് അതേപോലെ തന്നെ സാലറി, അവരുടെ സാലറി ആഡ് ചെയ്യേണ്ട ഒരു ഫീൽഡ് കൊടുക്കാം, റിക്വയർഡ് കൊടുക്കാം. ഇതിനപ്പുറം ഇവരെ ഒരു കോൺടാക്ട് പേഴ്സൻ്റെ നെയിം ഇവിടെ വെക്കുന്നു, കോൺടാക്ട് പേഴ്സൺ നെയിം റിക്വയർഡ് കൊടുക്കുന്നു. അടുത്ത കോൺടാക്ട് പേഴ്സൺ നമ്പർ, ഇതും കൂടെ റിക്വയർഡ് കൊടുക്കും. നമ്മൾ സിമ്പിളായിട്ടൊരു ഗൂഗിൾ ഫോം ക്രിയേറ്റ് ചെയ്തു. ഇത്രയേ ഉള്ളൊരു ഫോം ക്രിയേറ്റ് ചെയ്യാം. ഇതെല്ലാം നമുക്ക് കസ്റ്റമൈസബിൾ ആണ്. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീം മാറ്റാം. ഞാനിപ്പോൾ ഒരു ജസ്റ്റ് ഒരു തീം ചെയ്ത് കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റാം. ഫോമിൻ്റെ കളേഴ്സ് കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാം. അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യാം. ലൈറ്റ് കൊടുക്കണോ, ഇത് കൊടുക്കണോ, എല്ലാം നിങ്ങൾക്ക് കസ്റ്റമൈസബിൾ ആണ്. എന്ത് വേണമെങ്കിൽ കൊടുക്കാം. ഫോൺ സൈസ് മാറ്റാം. പിന്നെ ഞാനിവിടെ ഫോണ്ട് മാറ്റുന്നു. ജസ്റ്റ് എനിക്ക് ഇഷ്ടമുള്ള ഫോണ്ട് ഇവിടെ കൊടുക്കാം. എക്സൽ വിത്ത് ആഷിഫ് നമുക്ക് അവിടെ നിന്ന് മാറുന്ന കാണാം. ഓക്കെ, ഇങ്ങനെ ഫോണിൻ്റെ ഇഷ്ടമുള്ള പോലെ കൊടുക്കാം. സൈസ് വേണമെങ്കിൽ കൂട്ടാം. ഇത്രയും കാര്യങ്ങൾ ചെയ്തു. ഇനി ഫോം എങ്ങനെ ഉണ്ടാകുന്ന നോക്കാം. നോക്കിയാൽ ഇപ്പോൾ ഇതുപോലെയാണ് നമുക്ക് ഈ ഫോം ഇവിടെ കിട്ടുക. നിങ്ങൾക്ക് കാണാം, ജസ്റ്റ് ഒരു ഫോം നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ പേര് ഞാൻ എക്സൽ വിത്ത് ആഷിഫ് എംപ്ലോയി ഡാറ്റ ഫോം എന്ന് വന്നു. ഇനി ഇവിടെ ഓരോന്ന് നമ്മൾ കൊടുക്കുന്നു. @gmail. ഇത് ഓട്ടോമാറ്റിക്കലി ജിമെയിൽ ഫില്ല് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ലുക്ക് ചെയ്ത് വരും. എംപ്ലോയി ID കൊടുക്കുന്നു 1001. ഇത് നമ്മൾ വാലിഡേഷൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ സ്പെല്ലിങ് ഇവിടെ ഇങ്ങനെ അടിച്ചാൽ കാണാം വാലിഡേഷൻ. ഇവിടെ ഇപ്പോൾ ഒരു പേരടിക്കുന്നു, ഇവിടെ വരില്ല. ഇത് മസ്റ്റ് നമ്പറാണ്. ഇവിടെ എംപ്ലോയി ID അടിച്ചാൽ മാത്രമേ വരൂ. ഓക്കെ, അതേപോലെ തന്നെ അവരെ ഫുൾ നെയിം കൊടുക്കുന്നു. ജസ്റ്റ് കാണിക്കാൻ എൻ്റെ പേരെന്ന് കൊടുക്കുന്നു. ജസ്റ്റ് ബ്ലഡ് ഗ്രൂപ്പ് ഇതേപോലെ സെലക്ട് ചെയ്യുന്നു. മെയിൽ, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുന്നു. ജസ്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുന്നു. ഏജ് കൊടുക്കുന്നു. മൊബൈൽ നമ്പർ കൊടുക്കുന്നു. അഡ്രസ്സ് കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. പ്ലേസ് കൊടുക്കുന്നു. പിൻകോഡ് കൊടുക്കുന്നു. ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുന്നു, കാസർഗോഡ്. ഇവിടെ ഇപ്പോൾ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, അതെങ്ങനെ ക്ലിയർ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. സ്റ്റേറ്റ് സെലക്ട് ചെയ്യുന്നു. ഡേറ്റ് ഓഫ് ജോയിനിങ് കൊടുക്കുന്നു. ഡിപ്പാർട്ട്മെൻറ്റ് അക്കൗണ്ട്സ് കൊടുക്കുന്നു. ഡെസിഗ്നേഷൻ ബില്ലിംഗ് കൊടുക്കുന്നു. പാൻ നമ്പർ കൊടുക്കുന്നു. ഇവിടെ പാൻ കാർഡ് ഫോട്ടോ ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ട ഫീൽഡ് വരും. ജസ്റ്റ് നിങ്ങളെ മൊബൈലാണെങ്കിൽ മൊബൈലിൽ നിന്ന് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് ബ്രൗസർ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ കാണാം. പിന്നെ ജസ്റ്റ് ഒരു എൻ്റെ ടെംപ്ലേറ്റ്സ് ആണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഇവിടെ അപ്ലോഡ് ആവും. ഇവിടെ അപ്ലോഡ് ആയിട്ട് കാണാം. അതേപോലെ ആധാർ നമ്പർ കൊടുക്കുന്നു. ആധാർ കാർഡ് ഫോട്ടോ. അതേപോലെ തന്നെ ഒരു ഫയൽ അപ്ലോഡ് ചെയ്യുന്നു. ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നു. എല്ലാം സെയിം പ്രൊസീജിയർ തന്നെ. ഈ ഫയൽ ഗാലറിയിൽ നിന്ന് ജസ്റ്റ് അപ്ലോഡ് ചെയ്താൽ മതി. അക്കൗണ്ട് നമ്പർ കൊടുക്കുന്നു. IFSC കോഡ് കൊടുക്കുന്നു. ബാങ്ക് നെയിം സെലക്ട് ചെയ്യുന്നു. സാലറി കൊടുക്കുന്നു. കോൺടാക്ട് പേഴ്സൻ്റെ നെയിം കൊടുക്കുന്നു. ഒരു ഫോൺ നമ്പർ കൊടുക്കുന്നു. ഇത്രയും കാര്യങ്ങൾ ചെയ്തു. ഇത് ചെയ്തിട്ട് ഇവിടെ സബ്മിറ്റ് ജസ്റ്റ് കൊടുത്താൽ മതി. ഇപ്പോൾ ഈ ഒരു ഫോം താങ്ക് യു ഫോർ സബ്മിറ്റിംഗ് നോട്ട് കാണാം. എഡിറ്റ് റെസ്പോൺസ് ഉണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് വരുത്താനുണ്ടെങ്കിൽ ഇവിടെ എഡിറ്റ് ചെയ്യും. ഓക്കെ, നമുക്കിനി ഈ ഫോമിലേക്ക് വരാം. ഇവിടെ നിങ്ങൾ നേരത്തെ നോക്കിയാൽ കാണാം ഡിസ്ട്രിക്റ്റിലൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ജസ്റ്റ് കാസർഗോഡ് എന്നുള്ളത് D വന്നിട്ടില്ല. എഡിറ്റ് ചെയ്യുന്നു. അത് ഓട്ടോമാറ്റിക്കലി എല്ലാത്തിലും അപ്ഡേറ്റ് ആയിക്കോളും. നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട. ഈ ഒരു വിൻഡോയിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ കണ്ടോ, ഞാൻ ഇപ്പോൾ ഇവിടെ റെസ്പോൺസ് എന്ന് പറഞ്ഞൊരു ഫീൽഡ് ഇത് വന്നിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇപ്പം ഞാൻ റെസ്പോണ്ട് ചെയ്ത പേരും ഡീറ്റെയിൽസ് ഇതേപോലെ വന്നിട്ടുണ്ടോ. ഇത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ജസ്റ്റ് പ്രിൻ്റ് വേണമെങ്കിൽ പ്രിൻ്റ് കൊടുക്കാം.
ഇതേപോലെ പ്രിൻ്റ് കൊടുക്കുമ്പോൾ ഈ ഫോം വന്നു. എക്സൽ വിത്ത് ആഷിഫ്, ഇമെയിൽ ID, എംപ്ലോയി കോഡ്, ഫുൾ നെയിം, ബ്ലഡ് ഗ്രൂപ്പ്, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, ഏജ്, മൊബൈൽ നമ്പർ, അഡ്രസ്സ്. ഇതൊരു ഫോമിലേക്ക് മാറി. ഇതേപോലെ നിങ്ങൾക്ക് പ്രിൻ്റ് ചെയ്ത് ഇത് സൂക്ഷിക്കാം. ഇതിൽ എക്സൽ ഷീറ്റിലേക്കാണ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടോ ലിങ്ക് ടു ഷീറ്റ്. ജസ്റ്റ് ഞാൻ ഒരു എക്സൽ ഷീറ്റ് ഇതിൽ നിന്ന് ക്രിയേറ്റ് അടിക്കുന്നു. നോക്കാം, ഒരു ഗൂഗിൾ ഷീറ്റിലേക്ക് ഇത് പോയി. അവിടെ നിങ്ങൾക്ക് കാണാം ഇവർ ഓട്ടോമാറ്റിക് ഒരു ഷീറ്റ് ജനറേറ്റ് ആയി ഇവിടെ അപ്ലോഡ് ചെയ്ത ഡേറ്റും ടൈമും കാണിക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഫീൽഡ് വന്നിട്ട് ഇമെയിൽ ID വന്നിട്ടുണ്ട്, എംപ്ലോയി കോഡ്, ഫുൾ നെയിം, ബ്ലഡ് ഗ്രൂപ്പ്, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, ഏജ്. ഇതേപോലൊരു ഗൂഗിൾ ഷീറ്റിലേക്ക് കൺവേർട്ട് ആയിട്ട് കാണാം. ഇതിലിപ്പോൾ നോക്കിയാൽ കാണാം നിങ്ങൾക്ക് ഇവിടെ ഫോട്ടോസിന് ലിങ്ക് ഓട്ടോമാറ്റിക്കലി ഹൈപ്പർ ലിങ്ക് ആയി. ഇവിടെ ഫോട്ടോസ് കാര്യങ്ങൾ വന്നിട്ട് കാണാം, അതേപോലെ അക്കൗണ്ട് നമ്പർ ഡീറ്റെയിൽസ്. അപ്പോൾ നമുക്കിതൊരു എംപ്ലോയിൻ്റെ ഫോമായിട്ട് ഒരു ഷീറ്റും നമുക്ക് അതോട് കിട്ടി. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഇതേപോലെ നിങ്ങൾക്ക് എംപ്ലോയീസിൻ്റെ ഡാറ്റാസ്, ഇല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ ഡാറ്റാസ്, അതല്ലെങ്കിൽ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ഇപ്പോൾ നമുക്ക് പല റിവ്യൂസ് കാര്യങ്ങൾ കളക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇങ്ങനെ ഗൂഗിൾ ഫോം യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ആണ്, പക്ഷെ മോസ്റ്റ് പവർഫുള്ളാണ്. നിങ്ങൾക്ക് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ, കമ്പനീസിൽ വർക്ക് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ വളരെ ഹെൽപ്ഫുള്ളായ ഒരു ടൂളാണ് ഗൂഗിൾ ഫോം. ഒരു ചാർജും ഇല്ല, ഒരു പേയ്മെൻറ്റും ഇല്ല. നിങ്ങൾക്ക് ഇതുപോലെ കിട്ടാം. ഇത് നിങ്ങൾക്കിത് എക്സലിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫയൽ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ കണ്ടോ ഡൗൺലോഡ് മൈക്രോസോഫ്റ്റ് എക്സൽ. ഇത് ഡൗൺലോഡ് കൊടുത്തു ചെയ്താൽ ഇത് നിങ്ങൾക്ക് ഇതേപോലെ ഡൗൺലോഡായി കിട്ടും. ഇത് ജസ്റ്റ് ഓപ്പൺ ചെയ്താൽ ഇത് ഗൂഗിൾ ഷീറ്റിലേക്ക് നിങ്ങൾക്ക് കിട്ടി. ഞാൻ നേരത്തെ പറഞ്ഞ അതേപോലത്തെ ഒരു സാധനം ഗൂഗിൾ ഷീറ്റിലേക്ക് നിങ്ങൾക്ക് ഒറ്റയടിക്ക് കിട്ടി. ഓക്കെ, ഇതിൽ ലിങ്കും കാര്യങ്ങളെല്ലാം വർക്കിംഗ് ആണ്. നിങ്ങൾക്കിത് നിങ്ങളുടെ ഗൂഗിൾ ഡ്രൈവിലേക്കാണ് അപ്ലോഡ് ആവല്. എനി ടൈം നിങ്ങൾക്ക് പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കാം. ഓക്കെ, ഇതാണ് സിമ്പിളായിട്ട് പറഞ്ഞ ഒരു ഗൂഗിൾ ഫോം വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഐഡിയയിൽ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ഒരു നമുക്കൊരു സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ഫ്രീ ആണ്. അതേപോലെ തന്നെ നിങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഡിസ്ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ. അതേപോലെ തന്നെ കമൻറ്റും കാര്യങ്ങളും നിങ്ങൾ വീഡിയോയിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്, സൗണ്ട്സോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ അത് അടയാളപ്പെടുത്തുക, കമൻറ്റ് ചെയ്തിട്ടിടാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള വീഡിയോസ് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇറ്റ്സ് മീ ആഷിഫ് സൈനിങ് ഔട്ട്.